ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു അടിപൊളി വൈൽഡ് കാർഡ് വരാൻ പോവാണ് കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു പതിഞ്ഞ താളത്തിലാണ് ഈ ഒരു മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസ് കടന്നു പോയത്. ലൈവ് കാണുന്നവർക്കറിയാം, കുറച്ചൊക്കെ ഒന്ന് ബോറടിപ്പിക്കുന്ന രീതിയിലായിരുന്നു, അത്ര എനർജി ഇല്ലാത്ത രീതിയിലായിരുന്നു മൂന്നാമത്തെ ആഴ്ച കടന്നു പോയത്. അതിന് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ആഴ്ച നല്ല ചുറുചുറുക്കോടെ നിർത്തിയ കണ്ടസ്റ്റൻ്റാണ് ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായി പോയത്, രതീഷ്. നമുക്കറിയാം ആദ്യത്തെ ആഴ്ച ശരിക്കും രതീഷാണ് ആ ബിഗ് ബോസ് ഹൗസിനെ ഒരു 10ാമത്തെയോ 12ാമത്തേക്കോ ആഴ്ച പോലെ ആക്കി മാറ്റിയത്. പിന്നീട് ഉള്ള 2 എവിക്ഷൻ എന്ന് പറയുന്നത് സാധാരണ പുറത്ത് പോകണം എന്നാഗ്രഹിച്ച 2 വ്യക്തികൾ തന്നെയാണ് പുറത്ത് പോയത്, നിഷാനയും സുരേഷും. അതിനുശേഷം ഉണ്ടായ മൂന്നാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം ഉണ്ടായ ഇടിയുമായി ബന്ധപ്പെട്ട് റോക്കി നല്ല പ്ലെയറായിരുന്നു. പക്ഷേ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കാരണം സിജോയ്ക്ക് ഒരു ഇടി ഇടിച്ചു, അതോടുകൂടെ പുറത്തുപോയി. അതിൻ്റെ ഭാഗമായിട്ട് സിജോയ്ക്ക് പരിക്ക് പറ്റി, സിജോയും പുറത്തു പോകേണ്ടി വന്നു. പുറത്തു പോകാൻ താൽക്കാലികമായിട്ട് പുറത്തു പോകേണ്ടി വന്നു. അതിന് ശേഷം ഉണ്ടായ ആ ഒരു ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെയുള്ള ലൈവ് എന്ന് പറയുന്നത് 1-2 പൊട്ടിത്തെറികൾ അവിടെയും ഇവിടെയൊക്കെ വേണ്ട എന്ന് കരുതി ഉണ്ടാക്കിയെന്നല്ലാതെ അത്രയും കൂടെ ഒരു കാഴ്ചക്കാരെ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു ബിഗ് ബോസ് സീസൺ ആയിരുന്നില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിരുന്നില്ല കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ഈ ആഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് പറ്റിയ ഒരാളെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു 100% കൺഫർമേഷൻ അല്ല കേട്ടോ. അത് നാളെയോ മറ്റന്നാളോ ആയിരിക്കില്ല, അതായത് നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവും. ഞാൻ പറയുന്ന ഈ വ്യക്തി വരാൻ പോകുന്നത് നാളെ മറ്റന്നാളോ ആയിരിക്കില്ല, അതിനിടയിൽ ഒരു ദിവസം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് ഒരു ടാസ്കിൻ്റെ ഇടയിലായിരിക്കും ഞാൻ ഈ പറയുന്ന വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. അത് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ആണെന്നറിയില്ല, അറിഞ്ഞ കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബിഗ് ബോസിൻ്റെ മുമ്പ്, ബിഗ് ബോസ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നതിന് മുമ്പ് സൂര്യ TV മലയാളി ഹൗസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലെ വിന്നറായിട്ടുള്ള രാഹുൽ ഈശ്വറിനെയാണ് ഇതിൽ ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരു 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിന് മുമ്പ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കറക്റ്റായിട്ടുണ്ട്. എവിക്റ്റ് ആവുന്നവരുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ എവിക്റ്റ് ആവുന്ന ആരൊക്കെയാണ് എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതും കറക്റ്റാവാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഈശ്വർ വരികയാണെങ്കിൽ സീസൺ പൊളിച്ചെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.